ഷാനവാസിന്റെ മുഖം നല്ല പോലെ അങ്ങോട്ട് വെളിപ്പെട്ട ഒരിത്തിരി നേരമുണ്ടായിരുന്നു. അത് നമ്മുടെ മുൻഷിരിക്കെ തന്നെ ഷാനവാസ് ഇതെല്ലാം അനീഷിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലൈവിൽ നടന്ന ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴത്തേക്കും ഷാനവാസ് ഇത്രയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നോ? ഷാനവാസ് അല്ലേ ഈ അനീഷിന്റെ പിന്നാലെ നടന്നത്? എന്നിട്ട് ഇപ്പൊ പറയുന്നു അനീഷിനെ ഇങ്ങനെ പരീക്ഷിക്കുകയാണ് എന്ന്. അയ്യേ, എന്താണെങ്കിലും എന്താണ് വിശേഷം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാല് ഇന്നലെ ഈ മുൻഷി ഇങ്ങോട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി അകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ആ വന്ന് കയറിയ ആ ഒരു നിമിഷം തന്നെ അനീഷിനെ ശരിക്കും പറയുന്നുണ്ട്. അനീഷിനെ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ ഷാനവാസ് നിന്ന് അടുത്ത് നിന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഷാനവാസ് മുൻഷിയെടുത്തെന്നല്ല ആരെടുത്തും പോയി ഒന്നും കൂട്ടുകൂടി സംസാരിച്ചതുമില്ല. പക്ഷെ എല്ലാവരും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നും കൂടി രാവിലെ നമ്മുടെ സരീഖ തമാശ രൂപേണ പറയുന്നുണ്ട് കേരളത്തിലെ കേരളത്തിലെ പെൺകുട്ടികളുടെയൊക്കെ വികാരമായിട്ട് അനീഷ് മാറിയിട്ടുണ്ട്, ആൺകുട്ടികളുടെ വികാരം നൂറയാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കേട്ടതിന് ശേഷം ഒരവസരം കിട്ടിയപ്പോൾ, അവസരം വേറൊന്നുമല്ല, ശാരിക രാവിലെ കുറേ നേരം ഭയങ്കര കച്ചറയായിരുന്നു. ആ കച്ചറയുടെ ഇടയിൽ, അതായത് ഡൈനിങ് ടേബിളിൽ വന്ന് ഇത്രയും ബഹളം വെച്ചപ്പോൾ ഭയങ്കര ബഹളമാണ്. അടുത്തിരുന്ന ഒരാൾക്ക് കഴിക്കാൻ പോയിട്ട് നമുക്ക് പോലും അത് ഓണാക്കി വെച്ച് കേൾക്കാൻ പറ്റില്ല. അപ്പം അനീഷ് ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നിർത്തൂ 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 എന്നൊക്കെ ഇങ്ങനെ അനീഷ് കിടന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഷാനവാസ് ഇങ്ങോട്ട് വന്നിട്ട്, അല്ല നീയല്ലേ പറഞ്ഞത് ഇങ്ങനെ കാര്യങ്ങൾ ഇടപെടരുത്, എങ്ങനെ അതിന്റെ കാര്യമില്ല എന്നൊക്കെ, എന്നിട്ട് നീ ഇപ്പൊ നിർത്തുന്നു പറഞ്ഞ് ഇടപെട്ടല്ലോ എന്നും പറഞ്ഞ് ഷാനവാസ് ഒരു തുടക്കം അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല, അനീഷ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ, ആ തുടക്കം തൊട്ട് പറഞ്ഞിട്ടുണ്ടോ, അനീഷ് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എണ്ണി 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 പറഞ്ഞ് ഷാനവാസ് വളരെ നിസ്സാര കാര്യങ്ങൾ വരെ, ഈവൻ അനീഷ് മറന്ന കാര്യങ്ങൾ വരെ ഷാനവാസ് കുത്തിപ്പൊക്കി ഇങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നൂറയും മുൻഷിയും അടുത്തിരിപ്പുണ്ട്.